അപ്പം നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ് കേട്ടോ. നമ്മളിത് ഒരു 2 പകരം നമ്മളൊരു 4 കഴിച്ചു കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സാദാ റൈസാണ് കേട്ടോ, പച്ചരി റൈസ്. ഇനി ഞാനിത് നന്നാക്കി വാഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി. ഇനി ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ കുറച്ച് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല വെള്ള അവിലാണ് കേട്ടോ, വെരി നൈസാണ് കേട്ടോ അവിൽ. അപ്പോൾ ഞാൻ ഇതിന്ന് കുറച്ച് കുതിർത്ത് വയ്ക്കാൻ, ഇതൊരു 1/2 മണിക്കൂർ മുന്നേ കുതിർത്തിയാൽ മതി. ഇത് പെട്ടെന്ന് കുതിർന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 കരണ്ടിയാണ് എടുക്കുന്നത്. കരണ്ടി മീൻസ് ടേബിൾ സ്പൂൺ ആട്ടോ. ഏകദേശം കപ്പ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 3/4 കപ്പ് ഉണ്ടാവും കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതാദ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മളൊരൊറ്റ കഴുകിൽ മാത്രം കഴുകിയത് കേട്ടോ. ജസ്റ്റ് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയാൽ മതിയേ. എന്നിട്ട് ഈ വെള്ളം ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് തോന്നും, പക്ഷേ ഇത് കുതിർന്ന് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവുക. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1 സ്പൂൺ ഈസ്റ്റ്, ഇത് ചെറിയൊരു സ്പൂണാണ് കേട്ടോ. നമ്മൾ നോർമൽ വാട്ടറിൽ കുറച്ച് കുതിർത്ത് വെക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അരമുറി തേങ്ങയും പാലെടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് എല്ലാം കുതിർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നാക്കി വാഷ് ചെയ്ത് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മളിത് മൊത്തത്തിൽ അടിച്ചെടുക്കാൻ. ഇനി അഥവാ ചെറിയ മിക്സി ആണെങ്കിൽ 2 ട്രിപ്പാക്കി അടിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിക്കുക, കൂടുതൽ വെള്ളം ആവരുത്. ഏകദേശം റൈസൊക്കെ മുങ്ങി നിൽക്കുന്ന അതേ രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടിച്ചുകൊണ്ട് കേട്ടോ. നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ. ഇച്ചിരി വെള്ളത്തിൽ ജാറൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അവിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ കലക്കി വെച്ച ഈസ്റ്റാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂണ് പഞ്ചസാര, നമ്മൾ അരമുറി തേങ്ങ ഓൾറെഡി പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നാക്കി അടിച്ചു കൊണ്ടുവന്ന് ഇനി നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓവർ വെള്ളം ആവരുത്. അങ്ങനെ നമ്മുടെ മാവെല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി.
ഇപ്പം നമ്മളൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഇതടിച്ച് വെക്കുമ്പോൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ഇത് തയ്യാറാക്കിയത്. ഞാനൊരു വെള്ളപ്പച്ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ ചട്ടി കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഞാനൊന്ന് പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബിലോ ഒരു 500 ആണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പം മോർണിംഗ് ആയിട്ടോ. ഞാൻ ഇനി പാലപ്പം ചുട്ടെടുക്കാൻ പോവാണ്. ഞാൻ പാത്രം തുറന്നു, മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ഡവറായിട്ടാണ് മാവ് പൊങ്ങിയത് കാണാത്തത്. ചെറിയ പാത്രമാകുമ്പോൾ പൊങ്ങിയത് പെട്ടെന്ന് കാണും. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്നലെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പാലപ്പത്തിൻ്റെ മാവിന് പുളിയൊന്നും വന്നിട്ടില്ല. ചട്ടി വെച്ച് കൊടുക്കാൻ. ചട്ടി ഓവറായിട്ട് ചൂടാവണ്ട. കാരണം നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പോന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വെളിച്ചെണ്ണയിൽ ഒരു തുണി മുക്കിയിട്ട് ഞാൻ ഒന്ന് തുടച്ചു കൊടുത്തതിന്. എന്നിട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഓരോ ബബിൾ വന്നതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പാലപ്പത ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ? നമ്മളിത് രണ്ടാമത്തതും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മൊത്തത്തിൽ തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മളിതാ എല്ലാ പാലപ്പവും മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കറി ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഞാനൊരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇത് 2 അല്ല കഴിക്കട്ടോ. 2 പകരം 4 കഴിക്കും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അത്രയും സോഫ്റ്റാണ്. നമ്മൾ കറി വെച്ചെടുക്കട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി പാലപ്പം തയ്യാറാക്കിയിട്ട് നന്നാവുന്നില്ല എന്ന് പറയരുത് കേട്ടോ. ഇത്രയുള്ള തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പാലപ്പം തയ്യാറാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. താങ്ക് യു.